എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ടാബ്ലറ്റ് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റിയേട്ടാ. ഇത് ASUSന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ASUS Zenbook 14 Flip OLED എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനറാണ്, നിങ്ങൾ വരയ്ക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്ററൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, പഠിക്കുന്നവരാണ്, ഒരുപാട് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ്. ഈ ഒരു പ്രോഡക്റ്റ് ഒരുപാട് എൻ്റെ ഫേവറേറ്റ് ആണ്. കറൻ്റ്ലി ഞാൻ എൻ്റെ ഓഫീസ് വർക്കിനും ഞാനിപ്പം ഡൽഹിയിൽ പോകുന്ന സമയത്തും മുംബൈയിൽ പോകുന്ന സമയത്തെല്ലാം യൂസ് ചെയ്യുന്നത് ഈ ഒരു ലാപ്ടോപ്പാണ്. ഞാൻ ഒറ്റ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. 14 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനോട് കൂടി വരുന്ന ഒരു ലാപ്ടോപ്പാണ് ASUS Zenbook 14 Flip OLED എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് 360 ഡിഗ്രി നമ്മുടെ ഡിസ്പ്ലേനെ ഇങ്ങനെ മടക്കാനൊക്കെ പറ്റും. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ 15.99 ഇഞ്ചാണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല 1.5 kg, അതായത് 1.5 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് അടച്ച് പിടിച്ചിട്ട് നമുക്ക് എങ്ങനെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാലും ആ ഒരു വെയിറ്റ് നമുക്ക് ഒരു സൈഡിലേക്ക് ചരിയുന്നതായിട്ടോ ഒരു സൈഡിൽ കൂടുതലായിട്ടോ ഫീൽ ചെയ്യില്ല. കാര്യം വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ ഒരു കയ്യിലൊക്കെ വെച്ചിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രസൻറ്റേഷൻ കാണിക്കുകയാണ്, നിങ്ങളൊരു ക്ലയൻറ്റിന് ഒരു കാര്യം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഉപയോഗപ്രദമാവും. ഇല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ചരിയാനും ഒരു സൈഡിലേക്ക് നിങ്ങളുടെ കൈക്ക് ഒരു പ്രഷർ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ഒരു ലാപ്ടോപ്പ് ആർക്കൊക്കെ വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരാണ്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. അതൊന്നും ഇല്ല. നിങ്ങൾക്ക് ഏതൊരു സ്ഥലത്ത് വെച്ചും വർക്ക് ചെയ്യാൻ പറ്റണം, ഏതൊരു സ്ഥലത്ത് വെച്ചും നിങ്ങൾക്ക് വല്ല നോട്ട്സും ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ പറ്റണം, എഡിറ്റ് ചെയ്യാൻ പറ്റണം, ഫോട്ടോഷോപ്പ് ചെയ്യാൻ പറ്റണം, ഇല്ലുസ്ട്രേറ്റർ ചെയ്യാൻ പറ്റണം, വരയ്ക്കാൻ പറ്റണം, എല്ലാം ഇതിനകത്ത് പറ്റും. വരയ്ക്കാൻ പറ്റണോ? എങ്ങനെ? അതായത് നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ കൂടെ ഒരു സ്റ്റൈലസും കൂടി കിട്ടുന്നുണ്ട്, ASUSൻ്റെ ഒരു സ്റ്റൈലസ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പടം വരയ്ക്കാനൊക്കെ പറ്റും, ഇല്ലുസ്ട്രേറ്ററിലൊക്കെ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ നോട്ടൊക്കെ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ പെൻ ഉപയോഗിക്കാം. ഇനി നമ്മുടെ ASUS Zenbook 14 Flip OLEDൻ്റെ പ്രോസസ്സർ നോക്കിക്കഴിഞ്ഞാൽ Intel Evo സീരീസിലുള്ള i7 13th Gen പ്രോസസ്സറാണ് വരുന്നത്. അതുമാത്രമല്ല 16 GB ഒരു റാമും ASUS കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ലാപ്ടോപ്പിനെ ഒന്ന് ഫിസിക്കലി നോക്കാൻ പോകുന്നത്. ഫിസിക്കലി നോക്കപ്പോൾ 14 ഇഞ്ചിൻ്റെ ഒരു 2.8K റെസൊല്യൂഷനിൽ വരുന്ന ഒരു OLED നാനോ എഡ്ജ് ടച്ച് സ്ക്രീനാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഈ ഒരു സ്ക്രീന് ടച്ച് സ്ക്രീനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തും എങ്ങനെ വേണോ ടച്ച് ചെയ്ത് യൂസ് ചെയ്യാം. ഈ ഒരു ട്രാക്ക് പാഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്തും വെബ്സൈറ്റിലൊക്കെ കയറി പോകുന്ന സമയത്തൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡോക്സ് അല്ലെങ്കിൽ വേർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളിങ്ങനെ മേലിൽ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യൂലേ, പൊതുവേ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് 60 Hz ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ജെർക്കിങ് ഉണ്ടാവും. ഇത് ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് സ്ക്രോളിങ്ങും പരിപാടികളൊക്കെ നടക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഈ ഒരു ലാപ്ടോപ്പിനെ നമുക്കൊരു ടാബ്ലറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒരു ലാപ്ടോപ്പായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങളുടെ ലാപ്ടോപ്പ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്താൽ മതി. ഇങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെയുള്ള കീബോർഡുകളിൽ ഡിസേബിൾ ആവും ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് ഇതൊരു ടാബ്ലറ്റ് മോഡിലേക്ക് വരും. ടാബ്ലറ്റ് മോഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പെണ്ണ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണോ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് പാട്ട് കേൾക്കുന്നതിന് പാട്ട് കേൾക്കാം. നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഇതൊരു OLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വ്യൂയിങ് ആംഗിൾസ് എല്ലാം ഭയങ്കര നൈസാണ്. നിങ്ങൾ ഏതൊരു ആംഗിളിൽ വെച്ച് കഴിഞ്ഞാലും വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യമുണ്ട്, OLED പാനലാണ്, റിഫ്ലക്ഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അത് ഞാൻ പറഞ്ഞില്ല എടുത്തില്ല എന്നൊന്നും പറയരുത്. നിങ്ങളൊരു LCD പാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻസ് ഒന്നും വരില്ല. എന്നാൽ ഇതിനകത്ത് റിഫ്ലക്ഷൻസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നല്ല, 550 നിറ്റ്സാണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബൾബൊക്കെ ഇങ്ങനെ റിഫ്ലക്ഷനിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ അതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നം. പിന്നെ ഇവിടെ എടുത്ത് തന്നെ പറയാനുള്ളത്, ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ല, ഇതൊരു മൾട്ടിമീഡിയ, അതുപോലെ തന്നെ സ്റ്റഡി പർപ്പസ്, ഇലിസ്ട്രേഷൻ പർപ്പസ്, ഗ്രാഫിക് ഡിസൈനിങ് പർപ്പസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് സ്പെസിഫിക്കലി. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക് മാത്രമാണുള്ളത്, ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഗെയിം എടുത്ത് വെച്ച് കളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കൂല. അപ്പോൾ ബാറ്ററി ബാക്കപ്പിനെയാണ് ഇനി എനിക്ക് എടുത്ത് തന്നെ പറയാനുള്ളത്. ബാറ്ററി ബാക്കപ്പ് കുറവ് തന്നെയാണ്, ഞാൻ കൂടുതലൊന്നും ഒരിക്കലും പറയില്ല, കുറവ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് 75 Wh/Hന്റെ ഒരു ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയാണ് അവർ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നു. 59 മിനിറ്റ് കൊണ്ട് 69% നമുക്ക് ചാർജ് ആക്കാൻ പറ്റും. അതായത് കുറച്ച് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജ് ആവും. പവർ സേവിങ് മോഡ് എനേബിൾ ചെയ്താൽ പോലും അത്യാവശ്യം കുറവ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. അതിൽ മാത്രം ഞാൻ കുറച്ച് അൺസാറ്റിസ്ഫൈഡ് ആണ്. എന്നാൽ നിങ്ങൾക്ക് പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് എന്ന് തന്നെ പറയും. എനിക്കിപ്പോൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഞാൻ എയർപോർട്ടിൽ ഫുൾ ചാർജ് ആയിട്ട് ഈ ഒരു ലാപ്ടോപ്പും കൊണ്ടുപോയി അവിടെ ഇരുന്ന് ഒരു മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 50% താഴെ നമ്മുടെ ബാറ്ററി പോയി. അതിനകത്ത് ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ചെയ്തിരുന്ന പ്രോസസ്സ് ഡോക്സ് ആയിരുന്നു. ഡോക്സിൽ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതലായിട്ട് ബാറ്ററി യൂസ് ചെയ്തിരിക്കാം. എനിക്ക് ബ്രൈറ്റ്നസ് ലാപ്ടോപ്പിൽ എപ്പോഴും ഹൈ ആയിരിക്കണം. അപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ്സിലായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ യൂട്യൂബിൽ പാട്ടും പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പോർട്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 തണ്ടർബോൾട്ട് USB-C പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു HDMI പോർട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നീട് ഒരു ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഹാമൻ കാർഡിൻ്റെ സൗണ്ടാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ASUS ഓഡിയോ ബൂസ്റ്റർ സ്മാർട്ട് ആംപ്ലിഫയർ എന്നുള്ള ടെക്നോളജീസും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ഒരു ഓഡിയോ ഫീൽ നിങ്ങൾക്ക് കിട്ടും. ഇനി എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. ആക്ച്വലി നമ്മൾ ഒരു ഹൈ എൻഡ് പ്രോസസ്സ് മേ ബി ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്ററൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി നല്ല രീതിക്ക് തന്നെ ഹീറ്റ് ആവുന്നുണ്ട്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വെൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് കുറച്ച് നല്ല രീതിക്ക് തന്നെ ഹീറ്റ് ആവുന്നുണ്ട്. ഇനി കീബോർഡിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കീബോർഡ് തന്നെയാണ്. ടൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ഫീലാണ്. നല്ല കീബോർഡാണ്, പറയാതിരിക്കാൻ വയ്യ, നല്ല കീബോർഡാണ്. നിങ്ങൾ ഒരുപാടൊക്കെ ടൈപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ട്രാക്ക് പാഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ട്രാക്ക് പാഡാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപേയും, ഈ കൈ ഇക്ലി ആവുന്ന ഇഷ്യൂ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൈ ഇക്ലി ഒന്നും ആവത്തില്ല. ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര നല്ലതാണ്. ഇനി അത് വേറൊരു പ്രത്യേകത ഉള്ളത്, ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു നമ്പറിൻ്റെ ഭാഗം കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ട്രാക്ക് പാഡിൽ പെട്ടെന്ന് ഒരു ഹോളോഗ്രാം പോലെയൊക്കെ ഒരു സംഭവം തെളിഞ്ഞു വരും. അവിടെ നമുക്ക് നമ്പർ പാഡ് കിട്ടും. ലാപ്ടോപ്പിൻ്റെ മേളിലായിട്ടുള്ള നമ്പർ പാഡ് യൂസ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഈ ഒരു നമ്പർ പാഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരു കാൽക്കുലേറ്റർ പോലെയാണ് വർക്ക് ആവുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പെർസെൻറ്റേജ് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ തരത്തിലും ഒരു എഫിഷ്യൻസി കൊണ്ടുവരാമെന്നുള്ളതാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഉദ്ദേശം. ഇനി ആമസോണിൽ നിങ്ങൾ ഈ ഒരു ലാപ്ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ 1,28,000 രൂപയാണ് വരുന്നത്. 1,28,000 രൂപയ്ക്ക് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ നോട്ട്? നിങ്ങളിപ്പോൾ അത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് നയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും ഞാൻ. അതുമാത്രമല്ല, ഇതിൻ്റെ 12th ജെൻ വേരിയൻ്റ് ഉണ്ട്, അതായത് ഇൻ്റലിൻ്റെ 12th ജെൻ വേരിയൻ്റ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു 90,000 റുപ്പീസ് എന്തോ ആണ്. ഈ ഇടയ്ക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 1,28,000 രൂപ കൊടുക്കാനില്ലെങ്കിൽ മാത്രം അതിലേക്ക് പോവാം. കാര്യം 13th ജെൻ ഇൻ്റൽ പ്രോസസ്സർ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്, കുറച്ചുകൂടി പെർഫോമൻസ് വൈസ് ബെറ്ററാണ്. സോ ടോട്ടലി ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് റിവ്യൂ അല്ലെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് തന്നത്. സോ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഹീറ്റിംഗ്, ബാറ്ററി ബാക്കപ്പ്, ഞാൻ അത് ഓപ്പണായിട്ട് പറഞ്ഞു. പിന്നെ ഈ റിഫ്ലക്ഷൻസ് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് റിഫ്ലക്ഷൻ കാണുന്നത് പോലെ കലി വേറൊന്നുമില്ല. ബിക്കോസ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രയാസമായിരുന്നു ഇതിൻ്റെ അകത്ത് റിഫ്ലക്ഷൻ ഇല്ലാതെ എടുക്കാനായിട്ട്. അപ്പോൾ എനിവേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഫാക്ടറിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.